ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളായാലും എന്തോ രണ്ടോ മൂന്ന് ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുമ്പോ അതൊരു ശരിക്കും അവർക്കൊരു ലെസൺ കൂടിയല്ലേ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നത്? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ രണ്ടു സിനിമയിലേക്ക് ആളുകൾ മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിന് പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാർക്ക് എനിക്ക് ചിലപ്പോ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്ന് എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതൊരു വ്യക്തിയായിക്കോട്ടെ ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ മാറിപ്പോയിട്ട് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയപ്പെടും. അപ്പൊ അതെനിക്ക് അറിയില്ല. ഇതേ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവമില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റ് ആയത് അയാളെ സമയത്ത് അതുകൊണ്ടായിരിക്കും. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവയിൽ അടുത്ത ഇടവഴി ജീവിച്ചിരുന്നായിരിക്കും റിയാലിറ്റിയിലൊക്കെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ അതുപോലെ മുമ്പ് നമ്മൾ കാര്യങ്ങൾ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ ലോകം വളർന്നു മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞ തമാശ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മൾ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ പറഞ്ഞാൽ ചിലപ്പോൾ ഇയാളെ എഫേർട്ട് മാത്രമായിട്ടുണ്ടാവില്ല. അന്ന് അത് മതിയായിരുന്നു. പിന്നീട് 3 സിനിമ മതി കാലം മതി സമയത്ത് പഠിക്കൽ കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളെ കണ്ടംപററി ആക്ടേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ അയാളോട് തന്നെ ഒരു കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെയുള്ള ഒരു ഫയർ കിട്ടുന്ന ആൾക്കായിരിക്കും. ഈ സൗന്ദര്യ സിനിമകൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിലാണ് നമ്മുടെ കലയുമായിട്ട് നമുക്കുപോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയും. ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ബുള്ളറ്റിന് ബാക്ക് പോലില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയും പൈപ്പിനടി കൊണ്ടുപോയി കഴുകണമെന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഉണ്ട്. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അവർക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആ ടോവിനോ ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത്. പിന്നെ ഞാനൊക്കെ സാധാരണക്കാരോട് എന്റെ വീട്ടിൽ ജീവിക്കുന്നത് അവരാരും നല്ല സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമ മേഖലയിലുള്ള ആൾക്കാരോ എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്തില്ല. കാര്യം ഞാനെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. നല്ല കുറെ വളരെ സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളിൽ സിനിമയിൽ സുഹൃത്തുക്കളുണ്ട്. പുറത്ത് തന്നെ ചെറുപ്പം സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് വളരെ വേണ്ട സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാം ഈ അവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലകളിൽ യാതൊരു ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയ ഓർമ്മകളുടെ പരാതിയുണ്ട്. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. സിനിമയിൽ വന്ന സമയം കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. കാരണം ഞാൻ അറിയില്ല എന്നുള്ളതാണ് ഭയങ്കര ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ് നിങ്ങളും നല്ല കുറെ കാലമായിട്ട് കാണുന്നതല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത് ഭാവിയെപ്പോഴേക്കും സെൻട്രോണാവില്ല. എന്താണ് ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളതാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഡേവിഡ് പടിക്കല് നമ്മൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്തു? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ക്യാരക്ടറെ മനസ്സിലാക്കിയതിനു ശേഷമാണ് നമ്മൾ ക്യാരക്ടർ ചെയ്തു തുടങ്ങി. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആയത് ഒരു മോശം നടനോ മോശം വ്യക്തിയല്ല. കൈകരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് വേണ്ട രീതി പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാളുടെ അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ അതിൽ തന്നെയാണ്. അത് തന്നെ ഇന്നലെ അധികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നു. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞാൽ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാൻ ആക്ടറിനെ എനിക്ക് പോളിഷ് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡും ആലോചിച്ച് ടെൻഷൻ എടുക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റി ടെൻഷൻ ആ ഒരു രീതിയെ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആക്ടർ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാമെന്നുള്ളത് ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
അപ്പൊ അത് പഠിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റും പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോകാതെ നമ്മളെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ ഇതിന്റെ ചാനൽ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരുടെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് ഇത് കമ്മിറ്റ് ചെയ്യാവുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകതയിലേക്കും അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ചിത്രങ്ങളെല്ലാം അപ്പോൾ അതിനൊരു രസമുണ്ട്. ലാലിന്റെ ചിത്രങ്ങളെല്ലാം ഭയങ്കര എങ്ങായിട്ട് അല്ലെങ്കിൽ എങ്ങായിട്ട് ഒരു ക്യാരക്ടേഴ്സ് നമ്മൾ ഏകദേശം ബൂസ്റ്റ് ചെയ്യുന്നതാണ് ആ ഒരു രസമാണ് അത്ര എങ്ങായിട്ട് വരുന്നത്. മറ്റു കഥാപാത്രങ്ങളോട് പ്രായമായിട്ട് വേഷം നേട്ടപ്പെട്ട അഭിനയിച്ചിട്ടുള്ളൂ. ശരിക്കും ഇതാണ് ശരിക്കും കേൾക്കാം. ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു കഥാപാത്രങ്ങൾ അനുസരിച്ചിരിക്കും ഓരോ കാര്യം ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അതുകൊണ്ട് ഈ സാധനം ആസ്വദിക്കാൻ രസമുണ്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെ കാണുന്ന ആൾക്കാരുടെ ഇതിൽ കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് പ്രവർത്തിച്ചിട്ടുള്ള സ്വയം വളർത്തിയുള്ള ഓഫീസുകൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് ഒരു കഥ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കഴിക്കുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ആളൊക്കെ ചെയ്താൽ അത് ഗുണം ചെയ്യും. നമുക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. നമുക്ക് ഇത്രയും കാര്യമായിട്ട് നിൽക്കുന്നു ഡിസ്ട്രിക്ട് ചെയ്ത് ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. സുഹൃത്തിനേക്കാളും സുഹൃത്താണ്. പക്ഷെ എനിക്ക് അറിയാൻ ഫുൾ അസിസ്റ്റന്റ് ആണ്. പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ്. അപ്പോ എല്ലാ ചിലപ്പോ നേരെ പെട്ടുതോന്നുന്ന ആളുകളെ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ചോദിച്ചാൽ ഞാൻ അപ്പൊ സത്യം പറയൂലേ സത്യം പറയും. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അതിന്റെ പ്രോപ്പർ സുഹൃത്ത് എപ്പോഴും കാര്യങ്ങളും പറയാം. അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലേ. ഇപ്പൊ സിനിമയുടെ ഒരുപാട് ലാലടക്കം നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്. അതെല്ലാം തിയേറ്ററിൽ നമുക്ക് കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് അറിയുമ്പോൾ നമ്മളെല്ലാവരും കൂടി കരയാറില്ലേ എല്ലാം കൈയിലായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് കൈ വിരലുകൊണ്ട് അഭിനയിക്കുന്ന ലാലനെ പറ്റിയിട്ടുള്ള ഫ്രണ്ട്സും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല ബാലൻസ് ചെയ്ത് അവരുടെ വേറെ ആക്ടേഴ്സിന്റെ പറയുന്നത് അങ്ങനെ പറയുന്നത് പല ആക്ടേഴ്സിന്റെ പറയുന്നത് ഇത് നമുക്ക് പറഞ്ഞ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ പറയാം. അവരുടെ റിലേറ്റീവ് ആയിട്ട് തോന്നുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ സിനിമകൾക്ക് കൈകളിലേക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ശരിയാണ്. നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ പറയുന്നില്ല. നമുക്ക് അത് ഇനിയും അനുഭവങ്ങളാണ് നമുക്ക് കാര്യങ്ങൾ സിനിമകളിൽ കരച്ചിലുണ്ടാവുന്നത്. അത് എന്തൊരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട് പുള്ളിക്കാരിയാണ് സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല പുതിയതായിട്ട് ഞങ്ങളുടെ നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുക ആറ്റാണ് അതറിയാവുന്നത്. എല്ലാവരും പറഞ്ഞിട്ടുള്ള നമ്മുടെ ഏറ്റവും തന്നെയാണ്. അല്ലാതെ അതിനൊരു ബാലൻസ് ചെയ്ത ആവശ്യമില്ല. നമുക്ക് ആയുഷ്മാൻ സിനിമ കണ്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ ലോക്കൽ കോൺവെർസേഷൻസിൽ പറയില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയിൽ ഇതുപോലുള്ള എന്നോട് പറയാറുണ്ട്. ഈ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ അഭിനയിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണ്? അങ്ങനെ നമ്മള് അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇതിനകത്ത് കരുതി അതൊന്നും ബാലു എങ്ങനെ പറയുന്ന സീരിയൽ പറയുന്നുള്ളൂ. ചില കഴിവുകളുണ്ട്. ചേട്ടൻ കിട്ടിയ ഒരു
ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് എത്ര ചെയ്തിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യം തുടക്ക സമയത്ത് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് ഇല്ലാത്ത ആക്ടറാണ്. അതിനോട് ഒറ്റ സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പുറത്തേക്ക് ഓരോ ആക്ടറിനെ മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി ഇൻവോൾവ്മെന്റ് അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൂ. അത് ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആദ്യത്തെ ഹിറ്റായിട്ട് അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അതിനകത്ത് എഫേർട്ട് ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്. ഒരു ആളാണ് ടോവിച്ചേട്ടൻ. വളരെ താഴ്ന്നു വരുന്നു ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർട്ടത്തിലേക്ക് വളർത്തുന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ഒരു അയാളുടെ പ്രശ്നം. അതിന്റെ ആളുകളോട് തികച്ചുള്ള പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാറിനൊക്കെ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സക്സസ് ഒന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടുതൽ പറഞ്ഞു. ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും ഇയാളുടെ ക്യാരക്ടർ ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കണ്ടുകൊണ്ട് ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാ തരത്തിലുള്ള ആക്ടറായി മാറുമോ എന്ന് ഞങ്ങളുപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പഴയ കാലത്തെ പ്രോമോസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നതല്ല, അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ച് പോയത്. അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറെ സ്ഥലത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായി കൊണ്ടുപോകാനുള്ള അയാളുടെ ഒരു പ്രകടനം